ഹായ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ അസിൻക്രണസും അതുപോലെ തന്നെ സിൻക്രണസും എന്താണെന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പറായി പഠിച്ചു. പക്ഷേ അസിൻക്രണസിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സിൻക്രണസിൻ്റെ ഒരു വർക്കിംഗ് ഫ്ലോ മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെ അസിൻക്രണസ് ആവും, എന്തുകൊണ്ട് അസിൻക്രണസ് ആവും, എന്തിനാണ് നമുക്ക് അസിൻക്രണസ് എന്നുള്ള കാര്യം ഒന്നും നമുക്കറിയില്ല. അത് നമ്മളിപ്പോൾ പഠിക്കാനേ പോകുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അസിൻക്രണസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് അസിൻക്രണസ്? അതൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ആദ്യം പഠിക്കുന്ന ടൈമിൽ എനിക്കും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, എന്തിനാണ് അസിൻക്രണസ്? കാരണം ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് സിൻക്രണസ് ആണ്. നോർമലി ഒരു സിൻക്രണസ് ആയി വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് അസിൻക്രണസ്? അസിൻക്രണസ് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് നമുക്കൊരു ഡാറ്റ ഫെച്ച് ചെയ്ത് കൊണ്ടുവരണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ഈ കോൾ ബാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. കോൾ ബാക്ക് എന്നുള്ളത് അസിൻക്രണസ് ഒരു മീൻസ് നമ്മൾ നോർമലി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് സിൻക്രണസ് ആണല്ലോ. അപ്പോൾ അത് അസിൻക്രണസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കലാണ് ഈ പറഞ്ഞ ഒരു ഫംഗ്ഷനാണ് കോൾ ബാക്ക് എന്നുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അത് ഞാൻ പ്രോപ്പറായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ നേരെ എന്ത് ചെയ്യും, അസിൻക്രണസിൻ്റെ കാര്യത്തേക്ക് പോകാം. ഇപ്പോൾ അസിൻക്രണസ് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോൾ നോർമലി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിയൽ ടൈം എക്സാമ്പിൾ വെച്ചാൽ ഒരു ട്രെയിന് പോകുന്നുണ്ട്. ഒരു ട്രെയിൻ എന്ന് വെച്ചാൽ ഒരു ട്രാക്കിൽ കൂടി മാത്രം എന്ത് ചെയ്യുന്നു, ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രാക്കേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ കാലിക്കറ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കൊച്ചിയിലോ ഇല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനെ എവിടെയാണെങ്കിലോ ഒരു ട്രാക്ക് മാത്രമേ ഉള്ളൂ ട്രെയിന് പോകാൻ. അപ്പോൾ അതായത് ഒരു ട്രാക്ക് എന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഒറ്റ ട്രെയിന് അവിടെ പോകാൻ പറ്റുള്ളൂ, മൾട്ടിപ്പിൾ ട്രെയിനൊന്നും വരാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് മംഗലാപുരം പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട് പോകുന്ന ട്രെയിൻ, എനിക്ക് സ്ഥലം മനസ്സിലാവില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അസ്യൂം ചെയ്യാം. രണ്ടും രണ്ട് പാതാണ് വിചാരിച്ചത്. ഒന്ന് റൈറ്റിലേക്ക് പോകണമെങ്കിൽ മറ്റൊന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അറ്റ് എ ടൈം ഒറ്റ ട്രെയിനും മാത്രമേ ഉള്ളൂ. പക്ഷെ ആണെങ്കിൽ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട്. അതായത് മംഗലാപുരം പോകാൻ ഒരു 10,000 ആൾക്കാർ, അതുപോലെ തന്നെ ബാംഗ്ലൂർ പോകാൻ ഒരു 15,000 വേറെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് എത്ര ഏത് മീൻസ് ഏത് ട്രാക്കിലാണെങ്കിൽ ഒറ്റ ടൈം ഒരേ ട്രെയിന് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ മംഗലാപുരം വണ്ടി വന്നെന്നുണ്ടെങ്കിൽ മീൻസ് ബാംഗ്ലൂർ ഇല്ല കോയമ്പത്തൂരോ തമിഴ്നാടോ പോകുന്ന ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. മനസ്സിലായോ? അത് പോയി കഴിഞ്ഞ് പിന്നെ ആ ട്രാക്ക് അത് മാറിയതിന് ശേഷം മറ്റേ ട്രെയിൻ എന്ത് ചെയ്യേണ്ടി വരേണ്ടി വരും. അപ്പോൾ അത്രയും സമയം ഇവിടെ ഇത്രയും പാസഞ്ചേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ സർക്കാർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്ത് ഒരു അടുത്ത ട്രാക്കും കൂടി ഉണ്ടാക്കി ഒരു 2 ട്രാക്ക് വെച്ച് ഒപ്പിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചാൽ അടുത്ത ഒരു ട്രാക്കും കൂടി ഉണ്ടാക്കി ആ ട്രാക്കിൽ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ബാംഗ്ലൂർ ട്രെയിനും കൂടി വന്നാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും അല്ലേ? അപ്പോൾ ഇതേ കേസാണ് നമ്മൾ ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിൽ വരിക. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ ഫങ്ഷൻസ് ചെയ്യുമ്പോൾ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ വലിയൊരു പ്രൊജക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഇ-കോമേഴ്സോ അല്ലെങ്കിൽ ഒരു ഇ ലേണിംഗ് ആപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ മാസ്റ്റർ പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്പിൾ വർക്ക് നമുക്ക് നടക്കണം. ഇപ്പോൾ മൾട്ടിപ്പിൾ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ആപ്ലിക്കേഷനിൽ, ഫോർ എക്സാമ്പിൾ ഒറ്റ ഫ്ലിപ്കാർട്ട് എന്നുള്ളത്, ഇല്ലെങ്കിൽ ആമസോൺ എന്നുള്ളത്, അല്ലെങ്കിൽ ഉഡേമി എന്നുള്ള, ഇല്ലെങ്കിൽ യൂട്യൂബ്, ഇങ്ങനെയുള്ള ഓരോ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഇല്ലേ. പക്ഷെ എല്ലാവരും ഒറ്റ ടൈം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും ഒരു ഡിലേ വരുന്നില്ല, ഒരു കാര്യങ്ങൾ വരുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത്, ഒരു റിക്വസ്റ്റ് പോകുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. ഞാനൊരു റിക്വസ്റ്റ് ഇടുന്നു, അതുപോലെ തന്നെ നമ്മളെ സാവ്യോ വീഡിയോ എഡിറ്റർ ഒരു റിക്വസ്റ്റ് ഇടുന്നു, അതുപോലെ നിങ്ങളൊരു റിക്വസ്റ്റ് ഇടുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ആൾക്കാർ, അതായത് ശരിക്കും വെച്ചാൽ ഒരു യൂസേഴ്സ് ലക്ഷങ്ങളോളം ആൾക്കാർ, കോടികളായിരിക്കും യൂസേഴ്സ് ഉണ്ടാവുക. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ യൂസേഴ്സ് കോടികളുണ്ടാവും. അപ്പോൾ കോടികൾ മുകളിലുണ്ടാവും. അത്രയും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന ആൾക്കാർ മീൻസ് അവർക്കെന്ന് വെച്ചാൽ ഒരു ഡിലേ വരാൻ പാടില്ല. നമ്മളനുസരിച്ചിടത്തോളം പല ആൾക്കാരുടെ ബിസിനസ് ആയിരിക്കും. ഈ ഫേസ്ബുക്കിലൊക്കെ പല ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ബിസിനസ് ചില ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഒരു ഡിലേ വരാതെ എന്ത് ചെയ്യണം, ഡാറ്റ എത്തിക്കണം. മില്ലി സെക്കൻഡ്സിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡാറ്റ എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ടൈം ഔട്ട് എഴുതുമ്പോൾ തന്നെ 1,000,000 ആണ് കൊടുത്തത്. അത് മില്ലി സെക്കൻഡാണ്.
അപ്പോൾ അത് 1 സെക്കൻഡ്, 1 മില്ലി സെക്കൻഡ് എന്നുള്ളത് 1 സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് കണക്കൂട്ടിയത്. അപ്പോൾ ആ രീതിയിലാണ് മില്ലി സെക്കൻഡ്സിലാണ്, അത് 0.00 മില്ലി സെക്കൻഡ്സിലാണ് ഈ പറഞ്ഞ ഡാറ്റ കാര്യങ്ങളൊക്കെ എത്തുക. ഓക്കെ, ഇതൊക്കെ ഒരു വേറെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ബട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മില്ലി സെക്കൻഡ്സ് ഡാറ്റ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലോക്ക് ആവാൻ പാടില്ല. ശരിക്കും ഇത് സിങ്ക്രണസ് ആണ്, ഒന്ന് കഴിഞ്ഞാലേ ഒന്ന് വർക്കാവുള്ളൂ. ഇപ്പം ഞാനൊരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ റിക്വസ്റ്റ് കഴിഞ്ഞ് അത് റെസ്പോൺസ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ റിക്വസ്റ്റ് സ്വീകരിക്കുന്നു വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഡിലേ ആണ്. ചിലപ്പോൾ എൻ്റെന്ന് വെച്ചാൽ വലിയൊരു റിക്വസ്റ്റ് ആയിരിക്കും, അതായത് ഞാൻ കൊടുക്കുന്നത് ഡാറ്റാബേസിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ട് എന്നിട്ട് എനിക്ക് റെസ്പോൺസ് കിട്ടേണ്ടി വരും. അപ്പോൾ അത്രയും സമയം ഈ 1 മില്യൺ ഇല്ലെങ്കിൽ 2 മില്യൺ സെക്കൻഡ് എന്ന് വെച്ചാൽ അത്രയും ഡിലേ ഉള്ള സംഭവമാണ്. അതായത് പ്രോഗ്രാമാറ്റിക്കലി അനുസരിച്ച് നോക്കുമ്പോൾ അത് കുറേ ഡിലേ വരുന്ന ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ 1 മിനിറ്റൊക്കെ നിങ്ങൾ കാത്തുക്കും ഒരു റിക്വസ്റ്റ് വരാൻ. എൻ്റെ ഫോർ എക്സാമ്പിൾ എൻ്റെ റിക്വസ്റ്റ് ഞാൻ വിട്ടത്, ഞാൻ വലിയൊരു റിക്വസ്റ്റ് പറഞ്ഞല്ലോ, അത് 1 മിനിറ്റ് എടുക്കുന്നുണ്ട്. ആ 1 മിനിറ്റ് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇല്ല, നിങ്ങൾ അടുത്ത സൈറ്റിലേക്കാണ് പോകുക, അല്ലാതെ ഫേസ്ബുക്ക് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ അത്രയും സ്പീഡിലാവണം ഇത്ര യൂസേഴ്സിന് ഇത്രയും. അപ്പോൾ നിങ്ങൾ മാത്രമല്ല കോടിക്കണക്കിന് യൂസേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഡിലേ വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്, ഇതൊരു ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ എന്ത് വെച്ചാൽ ഈ അസിങ്ക്രണസ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഈ സിങ്ക്രണസ് വെച്ച് തുടരുന്നില്ല. അസിങ്ക്രണസ് വെച്ചാൽ എന്താ, ഒരു ടാസ്ക് വർക്കായിക്കൊണ്ടിരിക്കെ അടുത്തതിന് ബ്ലോക്ക് ചെയ്യാതെ അതും കൂടി വർക്ക് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ച് റിട്ടേൺ ചെയ്യുന്ന ഒരു സംഭവമാണ് അസിങ്ക്രണസ് എന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പറായി കഴിഞ്ഞ വീട്ടിൽ പഠിച്ചിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗ്ലോബൽ എക്സിക്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ എക്സിക്യൂഷൻ സ്റ്റാക്കിലേക്കാണോ അല്ല നേരെ പ്രിൻ്റ് ചെയ്യുമോ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുമോ എന്നുള്ള കൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ആദ്യം എന്ത് ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞ കോഡും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഈ 2 സ്ക്രീൻ നിങ്ങൾക്ക് അങ്ങോട്ട് അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ സ്ക്രീൻ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ കോഡ് വർക്ക് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇതിനെ ആദ്യം മനസ്സിലാക്കിയാൽ മതി. ഒരു ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ആവും. പിന്നെ നമുക്കൊരു വിഒ ഉണ്ടാവും. ആ വിഒയിലാണ് ഈ പറഞ്ഞ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ആ ഡിക്ലറേഷൻ വേരിയബിൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ഡിക്ലെയർ ചെയ്യും. അതിങ്ങനെ മനസ്സിലാക്കുക. പിന്നീട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെയാണ് നമ്മൾ എക്സിക്യൂഷൻ. നമുക്ക് കാരണം അത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ ഫേസിലേക്ക് വരും. എക്സിക്യൂഷൻ ഫേസിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങൾ വാല്യൂസ് ഒക്കെ ഇനീഷ്യലൈസേഷൻ ചെയ്യും. പിന്നെയാണ് നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാക്ക്. ഓക്കെ, ഈ എക്സിക്യൂഷൻ സ്റ്റാക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സിക്യൂഷൻ സ്റ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ എക്സിക്യൂഷൻ സ്റ്റാക്കിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും, ഈ console.log എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, ഈ console.log വന്നതിന് ശേഷം console.logൽ ഇവിടെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത കാര്യം നേരെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ സ്റ്റാക്കിലിടും. സോറി, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യും, console.logൽ വന്നൊരു 1 എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും. അതെന്ത് ചെയ്യും, നേരെ പ്രിൻ്റ് ചെയ്യും. നേരെ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ സ്റ്റാക്കിലേക്ക് വരും. നോക്കുമ്പോൾ സിങ്ക്രണസ് ആണ്. സിങ്ക്രണസ് ആയതുകൊണ്ട് തന്നെ അടുത്ത ഒരു കാര്യങ്ങളില്ല, അവിടെ console.log പ്രിൻ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നേരെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നേരെ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഇനി അടുത്തൊരു ഫംഗ്ഷൻ വരും, സെറ്റ് ടൈം ഔട്ടാണ്. സെറ്റ് ടൈം ഔട്ട് എന്നുള്ളത് ഞാൻ പ്രോപ്പറായി പറഞ്ഞിരുന്നു. അതൊരു ഒരു വെബ് API, ബ്രൗസർ വെബ് API ആണ്. അത് നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ അതൊരു അസിങ്ക്രണസ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കോൾ ബാക്ക് ആണെന്ന് മനസ്സിലാക്കി മതി. കോൾ ബാക്ക് എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കോൾ ബാക്ക് ആണ്. അപ്പോൾ അതും അസിങ്ക്രണസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അസിങ്ക്രണസ് ഫംഗ്ഷൻ ആണ് കണ്ടതോടുകൂടി അതിനെന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു കോൾ ബാക്ക് ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി ഉണ്ടാവും. ഓക്കെ, ഈ കോൾ ബാക്ക് ക്യൂവിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കോൾ ബാക്ക് എന്താണെന്നുള്ളത് പറയേണ്ടതായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൾ ബാക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ കോൾ ബാക്ക് ക്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു സംഭവം കൂടി ഉണ്ട്. ഓക്കെ, മീൻസ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ പറഞ്ഞ ഹാൻഡ് റൈറ്റ് ഒന്നും വിഷയമാക്കണ്ട, കാരണം ഞാൻ പറഞ്ഞല്ലോ കയ്യിലാണ് എഴുതുന്നത്. അപ്പോൾ
നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, നമ്മളെ പ്രോപ്പർ അയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കോൾ ബാക്ക് ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ഈ കോൾ ബാക്ക് ക്യൂ എന്താണെന്ന് ഞാൻ പറയാം. ഈ കോൾ ബാക്ക് ക്യൂ എന്ന് വെച്ചാൽ ഈ അസിൻക്രണസ് ഫംഗ്ഷനെ ഹാൻഡിൽ ചെയ്യുന്ന അതായത് അസിൻക്രണസ് ഫംഗ്ഷനെ കുറിച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ച് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാക്കാണ്. നമുക്കിപ്പോൾ ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ, നേരെ മറിച്ച് ഒരു ബ്ലോക്കിംഗ് ഫംഗ്ഷൻ ഉണ്ട്, ഒരു ബ്ലോക്കായ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ട്, അപ്പോൾ അതിനെന്ത് ചെയ്യണം, എനിക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കോൾ ബാക്ക് ക്യൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതൊരു സെറ്റ് ടൈം ഔട്ട് എന്നുള്ളത് എന്താണ്, ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. ആ അസിൻക്രണസ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, നേരെ ഈ കോൾ ബാക്ക് ക്യൂവിലാണ് ഇടുക. ഓക്കെ, കോൾ ബാക്ക് ക്യൂവിൽ എന്ത് ചെയ്യും, ഇടും. കോൾ ബാക്ക് ക്യൂവിൽ കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കും. കാരണം എന്താ, ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വർക്കാവലോടുകൂടി ഈ അസിൻക്രണസ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടെടുത്ത് മീൻസ് ഈ ഗ്ലോബൽ എക്സിക്യൂഷൻ മാറ്റി നമ്മൾ കോൾ സ്റ്റാക്കിലേക്ക് ഇടുമ്പോൾ അതെന്താണ്, ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നേരെ എന്ത് ചെയ്യും, കോൾ ബാക്ക് ക്യൂവിൽ. ഈ അസിൻക്രണസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, കുറച്ച് ഡിലേ ഉണ്ടാവും. അതായത് എന്തെങ്കിലും ഫെച്ച് ചെയ്ത് കൊണ്ടുവരാനോ ഇല്ലെങ്കിൽ API കോൾ ഇല്ല, അതായത് നമ്മുടെ സെർവർ വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഇല്ലെങ്കിൽ ഫയൽ റീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ 2-3 എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഈ കോൾ ബാക്ക് ക്യൂവിൽ വന്ന് നിൽക്കും. കാരണം എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ കഴിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഈ കോൾ സ്റ്റാക്കിൽ വന്നിട്ട് ആ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇരിക്കും. അതായത് സെറ്റ് ടൈം ഔട്ട് ആ ഫംഗ്ഷൻ ഇവിടെ എന്ത് ചെയ്യും, വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് വർക്കായതിൻ്റെ കൂടെ തന്നെ അസിൻക്രണസ് ഫംഗ്ഷൻ കോൾ സ്റ്റാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്, ഇവൻറ്റ് ലൂപ്പ്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവൻറ്റ് ലൂപ്പാണ്. ഇവൻറ്റ് ലൂപ്പിൻ്റെ കൺസെപ്റ്റ് പിന്നീട് പറയാം. കാരണം എന്താ വെച്ചാൽ എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൊത്തം കൂട്ടി വച്ചിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഇല്ലാണ്ടായി പോകും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കോൾ ബാക്ക് ക്യൂവിൽ വന്ന് ഇങ്ങനെ നോക്കും, ഈ അസിൻക്രണസ് ഫംഗ്ഷനെ ഇവിടെ സ്റ്റോർ ചെയ്യും. പിന്നീട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അടുത്ത ഫംഗ്ഷനായ console.log3 എന്നുള്ളത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അതിനെ കോഡിനെ എടുത്ത് നേരെ എന്ത് ചെയ്യും, കോൾ സ്റ്റാക്ക് ക്യൂവിലേക്ക് എന്ത് ചെയ്യും, ഇടും. ഈ 3 എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ 3 എന്നുള്ളത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ 3 എന്നുള്ളത് അപ്പോൾ ചിന്തിക്കുന്നില്ല, അപ്പോൾ ഇത് എക്സിക്യൂട്ട് ആവൂലേ, ഈ കോൾ ബാക്ക് ക്യൂവിൽ എക്സിക്യൂട്ട് ആവുന്ന മുമ്പ് തന്നെ 3 എക്സിക്യൂട്ട് ആകും. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ റിസൾട്ട് കിട്ടിയത്, കഴിഞ്ഞ വീഡിയോയിൽ റിസൾട്ട് കിട്ടിയത് 132 എന്നുള്ളത്. ശരിക്കും 123 എന്നാണ് കിട്ടേണ്ടത്, പക്ഷെ 132 എന്നാണ് നമുക്ക് കിട്ടിയത്. ആ എന്ത് ചെയ്യും, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോൾ ബാക്ക് ക്യൂ എന്ന് പറഞ്ഞ ഒരു ക്യൂ ഉണ്ട്. ആ ക്യൂവിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ ക്യൂവിലാണ് സ്റ്റോർ ചെയ്യുന്നതും ആ സ്റ്റോർ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ എന്ത് ചെയ്യും, അടുത്ത പ്രോഗ്രാം എന്താണോ, അടുത്ത ലൈൻ എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും. കാരണം ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കൂല. ഇതിനാണ് അസിൻക്രണസ് പറയുക. ഒന്നിനെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കില്ല. ഇത് അസിൻക്രണസ് ആയതുകൊണ്ട് തന്നെ അടുത്ത ലൈനിനെ ബ്ലോക്ക് ചെയ്തില്ല, നേരെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നേരെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ എന്തായി, 1ൻ്റെ ശേഷം 3 എന്നുള്ളത് പ്രിൻ്റായി. ഓക്കെ, ഈ കൺസോളാണ്, ഇത് ഔട്ട്പുട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ടിൽ എന്തായി, നമുക്ക് 2 എന്നുള്ളത് പ്രിൻ്റായി. ഓക്കെ, പിന്നീട് എന്തായെന്ന് വെച്ചാൽ പിന്നെ ആ 3 എക്സിക്യൂട്ട് ആയതിന് ശേഷം കോൾ സ്റ്റാക്കിൽ നമുക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കോൾ ബാക്ക് ക്യൂവിൽ വന്ന് നോക്കും. കോൾ ബാക്ക് ക്യൂവിൽ എന്തുണ്ട്, ഈ 3 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാനുണ്ട്. അത് നേരെ എടുത്ത് കോൾ സ്റ്റാക്കിലേക്ക് ഇടാം. കോൾ സ്റ്റാക്ക് എക്സിക്യൂഷൻ സ്റ്റാക്കിലേക്ക് ഇടും. ആ എക്സിക്യൂഷൻ സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യും, ഇത് നേരെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്തായി, 1 3 2 എന്നുള്ളത് എക്സിക്യൂട്ട് ആയി. ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവിടെ 1 2 3 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. പക്ഷേ അസിൻക്രണസ് ആയതുകൊണ്ട് ഇവിടെ അസിൻക്രണസ് ആയതല്ല, നമ്മൾ ആക്കിയതാണ്. ഒരു സെറ്റ് ടൈം ഔട്ട് വെച്ചിട്ട് ഒരു ഡിലേ വരുത്തിയതാണ്. ഓക്കെ, ഇവിടെ 3 പ്രിൻ്റ് ആയ ഉടനെ ക്യൂവിൽ വർക്ക് ആവുമോ എന്ന് ചോദിക്കും, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഒരു ക്യൂ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 3 മീൻസ് വർക്ക് ആവുമോ? ഇല്ല. ഇവിടെ നമ്മളൊരു സമയം കൂടി കൊടുത്തിട്ടുണ്ട്. സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിൽ ഒരു മില്ലി സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്, 1 സെക്കൻഡ്. ആ 1 സെക്കൻഡ് എപ്പോഴാണോ കഴിയുന്നത് അപ്പോൾ മാത്രം. ഈ 1 സെക്കൻഡ് മാറ്റി ഞാനിപ്പോൾ ഇവിടെ 3 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 3000 മില്ലി സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ 3000 മില്ലി സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ വർക്ക് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇനി ഇതിൻ്റെ അടുത്ത് ഈ അസിൻക്രണസ് ഫംഗ്ഷൻ, അതായത് സെറ്റ് ടൈം ഔട്ട്, ഇവിടെ സെറ്റ് ടൈം ഔട്ടാണ്, അസിൻക്രണസ് ഫംഗ്ഷൻ മനസ്സിലാക്കിയാൽ മതി. ഇതിന് ശേഷം ഒരു 1000 ലൈൻ ഓഫ് കോഡ് ഉണ്ട്. അപ്പോൾ ഈ 1000 ലൈൻ ഓഫ് കോഡ് പ്രിൻ്റ് ചെയ്യാൻ 4 സെക്കൻഡ് എടുക്കും. ഓക്കെ, പക്ഷേ ഈ 3 സെക്കൻഡ് ആയതിനു ശേഷമാണ് ഈ പറഞ്ഞ കൺസോളിലുള്ള 2 എന്നുള്ളത് പ്രിൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് വർക്കായതിന് ശേഷമാണോ
ഈ താഴെയുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 സെക്കൻഡ് ആയ ഉടനെ ഇത് വർക്ക് ആയതിനു ശേഷം അടുത്തുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ ഇല്ല. അസിൻക്രണസ് ഫംഗ്ഷൻ ആണോ, ആണെങ്കിൽ സിൻക്രണസ് ഫംഗ്ഷൻ എല്ലാം വർക്ക് ആയതിനു ശേഷം മാത്രമേ അസിൻക്രണസ് ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. ഇവിടെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ കോഡ്. ഓക്കെ, ഇതാണ് ഗ്ലോബൽ എക്സിക്യൂഷൻ ഉള്ള കോഡ് കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ ഫേസിൽ വന്ന് നിൽക്കും. ഇതൊക്കെ റീ ഇനീഷ്യലൈസേഷൻ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ആദ്യം വന്ന് നോക്കും, ഇത് സിൻക്രണസ് ആണോ നോക്കും. സിൻക്രണസ് ആണെങ്കിൽ നേരെ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിലിടും, അത് നേരെ പ്രിന്റ് ചെയ്യും. ഇനി ഇവിടെ ഇത് നോക്കും, സിൻക്രണസ് ആണോ നോക്കും. അത് അസിൻക്രണസ് ആണെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, കോൾ സ്റ്റാക്ക് ക്യൂവിൽ എന്ത് ചെയ്യും, ഇടും. ഓക്കെ, കോൾ സ്റ്റാക്ക് ക്യൂവിൽ ഇട്ടതിന് ശേഷം വീണ്ടും അടുത്ത ലൈൻ കോഡാണ്, അടുത്ത ലൈൻ കോഡ് നോക്കും, അത് സിൻക്രണസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിലിടും, അതും പ്രിന്റ് ചെയ്യും. പിന്നെ നേരെ കോൾ ബാക്ക് ക്യൂവിലല്ല ചെക്ക് ചെയ്യുന്നത്, നേരെ എന്ത് ചെയ്യും, വീണ്ടും പോകും. ഇവിടെ എന്തെങ്കിലും കോഡ് ഉണ്ടോ, പെൻഡിങ്ങിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്തതിന് ശേഷം നേരെ എന്ത് ചെയ്യും, വന്ന് കോൾ സ്റ്റാക്കിലിടും. കോൾ സ്റ്റാക്കിൽ നിന്ന് നേരെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നോക്കും, ഇവിടെ ഒരു കോഡും ഒന്നും ഇല്ല, എല്ലാം എം ടി ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് കാര്യങ്ങളൊക്കെ എം ടി ആണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, നേരെ വന്ന് ചെക്ക് ചെയ്യുന്നത് കോൾ ബാക്ക് ക്യൂലാണ്. കോൾ ബാക്ക് ക്യൂവിൽ എന്തെങ്കിലും ഉണ്ടോ, കോൾ ബാക്ക് ക്യൂവിൽ ഉണ്ട്, അത് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും, കോൾ സ്റ്റാക്കിലിടും. കോൾ സ്റ്റാക്ക് എന്ത് ചെയ്യും, നേരെ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് വർക്കിംഗ് ഫ്ലോ. അസിൻക്രണസ് ഫംഗ്ഷൻ്റെ വർക്കിംഗ് ഫ്ലോ ഇതാണ്. ഇതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും പറയുന്നത് ടെലിഗ്രാമിൽ സംശയം ചോദിക്കുക. ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, കുറച്ച് കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്ലേലിസ്റ്റ് കഴിയുന്നതോടുകൂടെ നമ്മൾ ചിലപ്പോൾ അതെന്ത് ചെയ്യും, സപ്പോർട്ട് നിർത്തും. നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, അത് നേരെ അനുസരിച്ച് സമയം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴുള്ള അവസരം എന്ത് ചെയ്യുക, പെട്ടെന്ന് മുതലാക്കുക. പിന്നെ അതുമല്ലാതെ അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യും, പല ലൈവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പിന്നെ ഒരു വെബിനാർ കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. ആർക്കെങ്കിലും ഇതുപോലെ അഡ്വാൻസ് ലെവൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും കൂടി എത്തിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് കയറി എന്ത് ചെയ്യുക, നമ്മൾ അറിയിക്കുക. എന്ത് നമുക്കിങ്ങനെ മീൻസ് അടിപൊളിയാണ്, ഇല്ലെങ്കിൽ അടിപൊളി അല്ലെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.